അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് അനാക്കൊണ്ട പാമ്പുകളെ കടത്താൻ ശ്രമിച്ചാൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ പിടിയിലെന്നുള്ളതാണ്. അതായത് ബാങ്കോക്കിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയ യാത്രക്കാരെയാണ് കസ്റ്റംസ് പിടികൂടിയത്. അയാളുടെ ബാഗിൽ നിന്ന് 10 മഞ്ഞ അനാക്കൊണ്ടയെ പിടിച്ചു നോക്കിയാണ്. ബംഗളൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ്. അരുണെ, അനാക്കൊണ്ടയോ? എന്താ അതിന്റെ ഉപയോഗം? എന്താണ്? എന്തൊക്കെയാ അല്ലേ? ആഷ്മി, ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ പശ്ചാത്തലം ഉൾപ്പെടെ കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് ഈ അനാക്കോണ്ട പാമ്പുകളെ പിടികൂടിയത്. അയാളുടെ ബാഗിൽ നിന്നാണ്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ സംശയം തോന്നി. പിന്നീട് കസ്റ്റംസ് വിശദമായി പരിശോധിക്കുകയായിരുന്നു. 3 ബാഗുകളിലായി 10 മഞ്ഞ അനാക്കോണ്ട പാമ്പുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ രാജ്യാന്തര തലത്തിൽ വലിയ മൂല്യമുള്ള, രാജ്യാന്തര വിപണിയിൽ വലിയ മൂല്യമുള്ള വന്യജീവി ഇനത്തിൽപ്പെട്ട പാമ്പാണ് അനാക്കോണ്ട എന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഇത്തരത്തിൽ വന്യജീവികളെ കടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പൊതുരീതി ഇപ്പോഴുണ്ട് എന്നതാണ് കസ്റ്റംസ് ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരന് പിന്നിൽ വലിയ റാക്കറ്റ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം കസ്റ്റംസിനുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്നതാണ് കസ്റ്റംസ് ഇപ്പോൾ ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. അശ്വിൻ, എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇടപാടുകൾ കണ്ടുണ്ടെങ്കിലും ഈ മഞ്ഞ അനാക്കൊണ്ടൊക്കെ ബാഗിനകത്ത് കൊണ്ടുവന്ന് പൊതുജനം പലവിധം എന്നൊക്കെ പറയുന്ന പോലെ ഉടായ്പകൾ പലവിധം അല്ലേ? പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ഡബിൾ ഡെക്കറിലെ യാത്ര അങ്ങനെ തുടരുകയാണ്. നിയമസഭാ വന്ദനം കഴിഞ്ഞ് അങ്ങനെ സജീവമായി മുന്നോട്ടേക്കാണ്. സ്ഥിരമോന്ന് പറയാണ്, ഹാഷ്മി വീട്ടിൽ വന്നാൽ ദോശയും കക്ക വറുത്ത് തരാമെന്ന് പറയുകയാണ്. നോക്കട്ടെ ചേച്ചി, പറയാൻ പറ്റും നോക്കട്ടെ. ആശ, പാമ്പിനെ എന്ത് ചെയ്യാനാണ്, എന്തൊക്കെയാണോ കടത്തുന്നത് ആശ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേയധികം രാഷ്ട്രീയ കമന്റുകളുണ്ട്. എല്ലാ രാഷ്ട്രീയ കമന്റുകൾ വായിച്ചാൽ മറു രാഷ്ട്രീയ പാർട്ടി പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത കാരണമാണ് നമ്മൾ അങ്ങനെ വായിക്കാത്തത്. ഒരുപാട് രാഷ്ട്രീയ കമന്റുകൾ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ രാഷ്ട്രീയ കമന്റുകൾ വരേണ്ടതാണ്. ഉറപ്പായി പറഞ്ഞോളൂ. നമ്മൾ രാഷ്ട്രീയ സെൻസിറ്റിവിറ്റിയുള്ള മനുഷ്യരാണ്, രാഷ്ട്രീയ സെൻസിറ്റിവിറ്റിയുള്ള പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കമന്റുകൾ അത് സ്വാഭാവികവുമാണ്. അതാണ്. എത്ര സമയം കൊണ്ടാണ് ബസ്സിൽ തിരുവനന്തപുരം മൊത്തം കറങ്ങിയടിക്കാൻ പറ്റുന്നത് കൂടി ചോദിച്ചു പറയണം. ജോബി പറയാണ്, എടാ ഷഫീദ് എടാ, എത്ര സമയം കൊണ്ട് മൊത്തം കറങ്ങാൻ പറ്റും ചോദിച്ചേ. എത്ര സമയം കൊണ്ട് മൊത്തം കറങ്ങാൻ പറ്റും ചോദിച്ചെന്ന്. 2 മണിക്കൂർ. അപ്പൊ ജോബി 2 മണിക്കൂർ കൊണ്ട് മൊത്തം കറങ്ങാൻ പറ്റുമെന്നാണ് നമ്മുടെ കണ്ടക്ടറേട്ടൻ പറയുന്നത്. അപ്പോൾ തിരികെ എത്താം. കുറേയധികം വാർത്തകൾ ബാക്കിയാണ്, കുറേയധികം മണ്ഡലങ്ങൾ ബാക്കിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള ഫ്രം തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.